അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അതാ ബഹുമാനപ്പെട്ട ശൈഖുനാ ഇ.കെ. ഹസൻ മുസ്ലിയാർ അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കും. ചേകനൂര് രംഗത്ത് വന്ന ആദ്യ കാലഘട്ടത്തിൽ ചേകനൂര് പറഞ്ഞു ദുഹാ നിസ്കാരം എന്നൊരു നിസ്കാരമില്ല. എന്റെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഹദീസുണ്ട്. എന്താ ഹദീസ്? നബി തങ്ങൾ ദുഹാ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആര് പറഞ്ഞു? ആയിഷ ബിബി. ഹദീസ് റെഡിയല്ലേ? നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു ദുഹാ നിസ്കാരം നബി തങ്ങൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ഉസ്താദന്മാരും ചീപ്പായി. ആയിഷ ബിബിന്റെ ഹദീസ് റെഡിയല്ലേ? അപ്പോഴാണ് ശൈഖുനാ ഇ.കെ. ഹസൻ മുസ്ലിയാർ ഹസൻ മുസ്ലിയാരെത്തി എപ്പോഴും രണ്ട് മറുപടി ഉണ്ടാവും. ഒന്ന് ആളെ കിടത്തുന്ന മറുപടി, ഒന്ന് ഒരാളെ ഉത്തരത്തിൽ മുട്ടിക്കുന്ന മറുപടി. ഒന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ, ഒന്ന് അപ്പൊ തന്നെ ഉത്തരം മുട്ടിക്കുന്നത്. ഞാൻ നന്ദിയിൽ ഇ.കെ. ഉസ്താദിന്റെ അടുത്ത് ശംസുലമേടുത്ത് പഠിക്കുമ്പോൾ മുത്താലിമായിട്ട് മർക്കസിൽ നടന്ന ഒരു മുദരിസുമാരെ ക്യാമ്പിൽ ഞാൻ മൂപ്പരൊപ്പം ഖാദിമായി പോയി. മൂപ്പര് പോയതിനു ശേഷം ഖാദിം അവിടെ തന്നെ ഇരുന്നത്. അങ്ങനെ അപ്പൊ അന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇ.കെ. ഹസൻ മുസ്ലിയാരോട് ഒരാൾ ചോദിച്ചു. ക്ലാസ് എടുക്കുമ്പോൾ വിഷയങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ അസമോലിയരോട് പറഞ്ഞു, അസമോലിയർ പറഞ്ഞു നിങ്ങൾ ഗണന സ്റ്റേജിൽ പോകുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള ചോദ്യം ചോദിച്ചുകൂടെയാണ്. അപ്പൊ ഒരാൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഒരാളെന്ന് പറഞ്ഞാൽ നമ്മൾ അബൂഹനത്ത് പോലെ അദ്ദേഹം എഴുന്നേറ്റിട്ട് ചോദിച്ചു, അല്ല നമ്മൾ ഈ ഹാ ഹീ ഹൂ എന്നുള്ള നിൽക്കുന്നുണ്ടല്ലോ, അതിനെന്താ തെളിവ്? അതിന് തെളിവ് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോഴും ആ കണ്ണിലിങ്ങനെ കാണുന്നുണ്ട്. മറുപടി പറയാൻ വേണ്ടി എ.പി. ഉസ്താദ് എഴുന്നേറ്റപ്പോ ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ നിങ്ങൾ ഇരിക്കെ എ.പി. ഞാൻ പറഞ്ഞോളാം. അസംവരിയാർ വന്നിട്ട് വന്നു, ഹാന്ന് ഖുർആനിലുണ്ട്, ഹീന്ന് ഖുർആനിലുണ്ട്, ഹൂന്ന് ഖുർആനിലുണ്ട്. ഖുർആനിലെ ഏത് ഹറഫ് ചെല്ലിയാലും വൽ ഹറഫിന് വൽ ഹസനത്ത് ബിഅശ്രി അംസാലിഹ 10ന്റെ കൂലി കിട്ടും. ചെല്ലിക്കോ. അത് അസംസ്കാരുടെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ അവിടെ വിദഗ്ധക്കാരന് ഇരുന്നു പോകും. അത് ചേകനൂർ വന്നിട്ട് പറഞ്ഞു, ആയിഷ ബീവി പറഞ്ഞിട്ടുള്ള ദുഹാ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അസമുയൻ വന്നിട്ട് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പായി നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ബാക്കി എല്ലാവരും കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഉറപ്പായി നിസ്കാരം ഉണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതൊക്കെ ഇല്ല എന്നാണെങ്കിൽ ആയിഷ ബീവി വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, മാ റഅയ്തു മിൻഹു വമാ റഅ മിന്നീ. എന്റെ അവിടുത്തെ റസൂലുള്ളാഹി കണ്ടിട്ടില്ല, റസൂലുള്ളാഹി ഞാനും കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം അവിടുത്തില്ല എന്നാണ്. ചേകനൂര് അന്ന് പോയ പോക്ക പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ചേകനൂരിനെ കാണാനില്ലാതായി ആ ചുവന്ന കുന്നിൽ പോയിട്ട് മാന്തി കുറെ മാന്തി ഉദ്യോഗസ്ഥന്മാരൊക്കെ കുഴങ്ങി വണ്ടി അവിടെ നിർത്തിയിട്ട് പോന്നു. പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോ അതിന്റെ ഇങ്ങനെ വേൾക്കൽ കാന്തപുരത്തിനെ കാക്കണേ അന്നായിട്ട് ഇങ്ങനെ വേൾക്കൽ തുടങ്ങിയത്. അതാണ് JCB ജനാബ് ചേകനൂർ ബാക്കവി എന്ന് പറഞ്ഞു. അപ്പോ ഇരിക്കട്ടെ, അള്ളാഹു നമുക്ക് കഴിവുള്ള